അലീസിനെ പുറത്തോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. കണ്ടിട്ടിപ്പോ അതെ, അടുക്കള കുറച്ച് പണിയുണ്ടായിരുന്നു. സുലോചനെ ഇയാളുടെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. സുലോചന ഇങ്ങോട്ട് പറഞ്ഞതിനാ? അലീസിന് അങ്ങോട്ടും വന്നൂടെ ഇടയ്ക്കൊക്കെ? എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കത്തില്ല അലീസ്? ഞാൻ എന്ത് ചെയ്യാനാ? ഇക്കാലത്ത് പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ വീട്ടിൽ കയറി ചുമ്മാ ഇരിക്കത്തില്ലെന്നേ. എന്തെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോകും. ഞാനിത് നമ്മൾ സുലോചന എടുത്തും പറയും, അവളവിടെ ജോലിക്കൊന്നും പോകുന്നില്ല, അവളെ കൊണ്ട് അത് കഴിയത്തുമില്ല. ഭയങ്കര മടിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അങ്ങ് ഒഴിവാക്കി കളയും. അതൊക്കെ കണ്ട ചോർജ് കുട്ടി, നമ്മുടെ ഐശ്വര്യ ഫിനാൻസിൽ ജോലി ചെയ്യുന്ന സുഷമ ഉണ്ടല്ലോ, ഈയിടയ്ക്ക് വീട്ടിൽ വന്നിരുന്നു. എന്തൊരു അടക്കോ ഒതുക്കുള്ള പെൺകുട്ടി, കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ ഒരു മടിയുമില്ല. ഞാൻ അവളടുത്ത് പറയും ഇത് കണ്ടു പഠിക്കാനായിട്ട്. സാറിന് സുഷമനെ അറിയോ? സുഷമയെ അറിയാവോ? എന്നാ ഉള്ളത് പറയാമല്ലോ. എന്റെ അറിവില് സുഷമയെ പോലെ ഇത്രയും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പെൺകൊച്ചി നാട്ടിൽ വേറെ കാണത്തില്ല. ആൾക്കാരുടെ അടുത്തൊക്കെ എന്തൊരു ബഹുമാനം എന്നറിയാവോ? അത് മാത്രമോ, ഈ ആണുങ്ങളുമായിട്ട് ആവശ്യമില്ലാതെ കൊഞ്ചിക്കൊഴയാനോ ഒന്നിനും പോകത്തില്ല. ജോലിയിലുള്ള ആത്മാർത്ഥത വേറെ. പിന്നെ ഈ നല്ല സ്വഭാവം കാരണം സുലു ആണെങ്കിൽ 24 മണിക്കൂറും വീട്ടിലോട്ട് അവളെ വിളിക്കും. എവിടെ വരാൻ? ജോലി കഴിഞ്ഞിട്ട് സമയം വേണ്ടേ അവക്ക്? ഈ സുഷമ ഇച്ചാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കോച്ച് ഇത്രയും നല്ല സ്വഭാവമാണെന്ന് ഇച്ചായൻ പറഞ്ഞില്ല. അതെങ്ങനെ പറയും? ജോർജ് കുട്ടിക്ക് വലിയ പരിചയമില്ലല്ലോ. പരിചയമില്ല. സാർ ഇരിക്കെ, ഞാൻ നല്ലൊരു ചായ എടുക്കാം. എനിക്ക് ചായ വേണ്ട, ഞാൻ ഇപ്പൊ പറഞ്ഞ ചായ കുടിച്ചു വന്നേ. ആണോ? ഇച്ചാന് ചായ വേണോ? ചായ വേണം, നല്ല ചായ തന്നെ വേണം. എടുത്തോ. അങ്ങനെ ഇരിക്കണേ കണ്ടാ, ഇതൊക്കെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇതാണ് പറയണത്, ഈ മൃഗ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെ കുറിച്ച് അറിയോ? നിനക്ക് മനുഷ്യരെ ഡീൽ ചെയ്യാൻ അറിയത്തില്ല. കണ്ടാ അവനെ കിട്ടാ. എടാ, നീ സുഷമ്മയുടെ കാര്യം പറഞ്ഞത് സത്യമാണോ? എന്ത്? സുലോചനയായിട്ട് ഭയങ്കര അടുപ്പമാണ്, എപ്പോഴും വീട്ടിലേക്ക് ക്ഷണിക്കും, പിന്നെ വരാറില്ല എന്നൊക്കെ പറഞ്ഞത്. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങക്ക് സുഷമ്മയായിട്ട് എന്താ ഇടപാട്? എനിക്ക് ഇപ്പൊ അറിയണോ അത്? സുഷമ്മയായിട്ട് എനിക്ക് എന്താ ഇടപാട്? ഒരിടപാടും ഇല്ല. കുട്ടേട്ട വേഷം കെട്ട് ഇറക്കല്ലേ. ഞാൻ നിങ്ങളുടെ ഫോൺ മുഴുവൻ നോക്കി. 35 തവണ നിങ്ങൾ അവളെ വിളിച്ചിരിക്കുന്നത്. അതാണോ കാര്യം? എടി, അവളൊരു ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ അല്ലേ? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന കാര്യം പറയാൻ എന്നെ വിളിച്ചു. സ്വാഭാവികം. അക്കൗണ്ട് തുടങ്ങുമ്പോൾ 35 പ്രാവശ്യം അവളെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ ഉണ്ടെന്നേ കാര്യങ്ങള്. ഞാൻ അക്കൗണ്ട് തുടങ്ങുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു സാറിന്റെ പരിചയത്തിലുള്ള വേറെ ആരുടെയെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ. ഒരു സ്ത്രീയല്ലേ, അവരുടെ കുടുംബ പ്രാരാബ്ദങ്ങൾ കാരണം എന്റെ ഉണ്ടായിരുന്ന കുറെ കോണ്ടാക്ടുകൾ ഞാൻ അവർക്ക് കൊടുത്തു. സ്വാഭാവികം. പക്ഷെ അതിനെ അവരുടെ കോൾ ഇങ്ങോട്ട് ഒരൊറ്റേ വന്നിട്ടുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് 35 കോൾസ് പോയിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാല്, ഈ സുഷമ വിളിക്കുന്ന മിക്കവാറും സമയത്തൊക്കെ ഞാൻ ബിസി ആയിരിക്കും. അപ്പൊ മിസ്ഡ് കോൾ കണ്ട് ഞാൻ തിരിച്ചു വിളിച്ചു. സ്വാഭാവികം. എന്നിട്ട് ആരൊക്കെ അക്കൗണ്ട് എടുത്തു? അയ്യോ, അതല്ലേ കഷ്ടം. ഒരു മനുഷ്യൻ അവരെ അക്കൗണ്ട് എടുത്തില്ല. അതറിഞ്ഞപ്പോ ഞാൻ അവരെ വിളിച്ചു സോറി പറഞ്ഞു. സ്വാഭാവികം. ശരി, ഞാൻ അതെല്ലാം വിശ്വസിച്ചു. ഈ മെസ്സേജ് ഒക്കെയോ? മെസ്സേജാ? ഏത് മെസ്സേജ്? ഞാൻ വായിക്കാം. വായി. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഉച്ചക്ക് ചോറിന് എന്താ കറി? ഉറങ്ങാറായോ? ഇത്രയും കാലം ഞാനിവിടെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നെ, നീ ഇവിടെ തന്നെ ഇല്ലേ? അപ്പൊ പിന്നെ ഞാൻ നിനക്ക് മെസ്സേജ് അയക്കേണ്ട കാര്യമുണ്ടോ? സ്വാഭാവികം. ഒരു കാര്യം ഞാൻ പറയാം. ഇനി അവൾക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ കാണുകയോ ചെയ്താൽ നിങ്ങളെ ഞാൻ കൊല്ലും. ചായയിൽ വിഷം കലക്കി തന്ന് കൊല്ലും. ഇനി ഞാൻ വിളിക്കൂല. ഇനി ഒരിക്കൽ കൂടെ സുഷമ്മ വിളിച്ച ഒന്നുകിൽ എന്റെ അന്ത്യം അല്ലെങ്കിൽ അവളെ അന്ത്യം. എടാ, അത് പേടിച്ച് ഇട്ടല്ലേ ഞാൻ തലൂരി നിന്റെ നമ്പർ എടുത്ത് കൊടുത്തത്. ബെസ്റ്റ് ആയിട്ടുണ്ട്. സുഹൃത്തായാൽ ഇങ്ങനെ വേണം. അതിനെന്ത്? ഇനി ഒരു പ്രശ്നമില്ലല്ലോ, എല്ലാം സോൾവ് ആയില്ലേ? ഇനി സുഷമ്മ ഇവിടെ വിളിച്ചാലും കുഴപ്പമില്ല, കയറി വന്നാലും കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. ഡോക്ടറെ, ആരുമില്ലേ? ആലീസേ, ആലീസേ, അവിടെ ഉണ്ടായിരുന്നോ? പവിത്രനായിരുന്ന? എന്തു പവിത്ര ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കുന്നത്? ആ ബഹളം വെക്കുന്നതിന് മുമ്പ് ഞാൻ 2 പ്രാവശ്യം കോളിബെല്ല് അടിച്ചായിരുന്നു. ആരും വന്നില്ല, അതുകൊണ്ടാണ് കിടന്ന് ബഹളം വെച്ചത്. ഡോക്ടറല്ലേ ഇവിടെ? ഇച്ചായനെ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്താ പവിത്ര? എനിക്ക് ഡോക്ടറെ കൊണ്ടൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്തു പറ്റി? അല്ല, ഒരു അപകടം വരാൻ നേരത്തെ അത് ഞാൻ മുൻകൂട്ടി അറിഞ്ഞിട്ട് സാറിനോട് അത് പറഞ്ഞില്ലെങ്കിലേ നാളെ സാർ അത് എന്നോട് ചോദിക്കും. അപകടോ? എന്താ അപകടം? അല്ല, നമ്മുടെ ഈ ടൗണിൽ ഐശ്വര്യ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ട്. ഒരു പ്രൈവറ്റ് ബാങ്ക് അത്. അവിടെ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സുഷമ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. 2 ദിവസമായിട്ട് സാറിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അതാണ്. അത് വല്ല ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ ഇവള് ആദ്യം അടുത്ത് കൂടുന്നത്. ആളുകളെ പറഞ്ഞു കുപ്പിയിലാക്കാൻ ഇവള് ബഹു മിടുക്കിയ. വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പഞ്ചപാവം. ഒന്ന് അടുത്ത് നോക്കണം, പക്ക ഫ്രോഡ് അവള്.
എന്റെ പൊന്ന് പവിത്ര, കുടുംബം നോക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ ഇങ്ങനെ അപവാദം പറയുന്നത് ഭയങ്കര മോശമാണേ. വെറുതെ അനാവശ്യം പറയല്ലേ. അനാവശ്യോ? എന്റെ ആലീസിന് ഈ സുഷമയെ അറിയാൻ പാടില്ലാത്തോണ്ടാ. ഞാനൊരു സംഭവം പറയട്ടെ. നേരത്തെ ഈ ബാങ്കിൽ മാനേജരായിട്ടിരുന്ന ഒരു കൃഷ്ണൻകുട്ടി സാറുണ്ട്. സാറെന്ന് പറഞ്ഞാൽ പഞ്ചപാവം പിടിച്ചൊരു മനുഷ്യൻ, ആരോട് ഇച്ചി പോകുന്നു പറയില്ല. ഇവള് ക്ലർക്കാട്ടിങ്ങി വന്ന സമയത്ത് ഇവള് പതുക്കെ ഒന്നും രണ്ടും പറഞ്ഞ് പതുക്കെ എന്ത് ചെയ്തു, ഈ കൃഷ്ണൻകുട്ടി സാറിന്റെ പിന്നാലെ അങ്ങ് കൂടി. പിന്നെ ഫോൺ വിളിയായി, മെസ്സേജ് അയപ്പായി, കറങ്ങാൻ പോക്കായി, തിയേറ്ററിൽ പോക്കായി, സിനിമ കാണീരായി. എന്തിനു പറയുന്നു? ചുരുക്കം പറഞ്ഞാൽ ആ സാറിന്റെ കുറെ കാശ് ഇവൾ അങ്ങ് വഹിച്ച്. അവസാനം കാശ് തിരിച്ചു വെച്ചപ്പോൾ ഇവളുടെ വട്ടും പാവവും മാറി. ഇവൾ ആ സാറിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തു, പീഡന കേസ്. അവസാനം സാർ ഒരു വിധത്തിൽ ആ പീഡന കേസ് ഒത്തുതീർപ്പാക്കി ഇവിടുത്തെ സ്ഥലം മാറ്റവും മേടിച്ച് ഇവിടുന്ന് പാഞ്ഞത് അറിയോ? എന്റെ അറിവില് സുഷമയെ പോലെ ഇത്രയും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പെങ്കൊച്ചി ഈ നാട്ടിൽ വേറെ കാണത്തില്ല. ഈ സുഷമയുടെ കാര്യം തന്നെയാണോ പവിത്രം പറയുന്നത്? ആലീസ് സുഷമേനെ അറിയോ? എനിക്കറിയത്തില്ല. പവിത്രം ബാക്കി പറ. എന്റെ ആലീസ ഇവള് അസിസ്റ്റന്റ് മാനേജറായി കഴിഞ്ഞപ്പോഴത്തെ ഇവിടെ ജാടയും പോളൊക്കെ ഒന്ന് കാണണമായിരുന്നു. ആൾക്കാരെ അതും ഇതും എല്ലാം പറഞ്ഞ് കുപ്പിയിലൊക്കെ അക്കൗണ്ട് എടുപ്പിക്കാൻ ഇവള് മിടുക്കിയ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബാങ്കിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇവള് അവരെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. കുറച്ചു പേരുടെയൊക്കെ പൈസ പോയെന്നോ പലിശ കിട്ടിയില്ലോ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല. നാട്ടുകാരിങ്ങനെ പറയുന്നത് കേട്ടതാ. അതിപ്പോ ബാങ്കിൽ കണക്കുള്ളതല്ലേ, കൊണ്ടുപോയി കേസ് കൊടുക്കണം. കേസ് കൊടുക്കാനോ? ഇപ്പൊ ഇരിക്കുന്ന മാനേജരില്ലേ, അവളുടെ സ്വന്തം കക്ഷിയാ. അവർക്ക് വേണ്ടി ആ പുള്ളി എന്തും ചെയ്യും. പിന്നെ കേസ് കൊടുത്താൽ ഒത്തുതീർപ്പാക്കാനാണോ പാട്? ഇപ്പൊ അവർക്ക് സൗകര്യമായി. കാരണം ഈ മാനേജരുമായിട്ടുള്ള സംഭവം അറിഞ്ഞപ്പോഴത്തേ അവിടെ കെട്ടിയവൻ അവളെ ഇട്ടേച്ച് പോയി. ഇപ്പൊ പുതിയ ഇടപാടുകാരെ തപ്പി ഇറങ്ങി നടപ്പാ അവിടെ പണി. ആൾക്കാരുടെ അടുത്തൊക്കെ എന്തൊരു ബഹുമാനം എന്നറിയാവോ? അത് മാത്രമോ, ഈ ആണുങ്ങളുമായിട്ട് ആവശ്യമില്ലാതെ കൊഞ്ചിക്കൊഴയാനോ ഒന്നിനും പോകത്തില്ല. ജോലിയിലുള്ള ആത്മാർത്ഥത വേറെ. അതെ, ഈ സുഷമേനെ പവിത്രനെ നേരിട്ടറിയോ? പിന്നെ എനിക്കറിയാലോ അവളെ. അവള് കുറച്ചാൾ എന്റെ പുറകെ നടന്നാ. ഈ ഓമനക്കുട്ടൻ സാറിനറിയോ? ഞാൻ പറഞ്ഞെന്ന് പറയരുത്. ഈ സുഷമയുടെ പേരും പറഞ്ഞുകൊണ്ട് ഓമനക്കുട്ടൻ സാറും അദ്ദേഹത്തിന്റെ ഭാര്യ സുലോചനയായിട്ട് മുട്ടൻ അടി വരെ നടന്നിട്ടുണ്ട്. സത്യം. പിന്നെ ഈ നല്ല സ്വഭാവം കാരണം സുലു ആണെങ്കിൽ 24 മണിക്കൂറും വീട്ടിലോട്ട് അവളെ വിളിക്കും. എവിടെ വരാൻ? ജോലി കഴിഞ്ഞിട്ട് സമയം വേണ്ടേ? പവിത്രൻ ഇപ്പൊ വന്നതേ വളരെ നന്നായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനേ എനിക്ക് വേറൊരു വഴിയുമില്ല. എന്താ പവിത്ര രാവിലെ? പവിത്രൻ വന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് പവിത്രനോട് വേറെ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചോദിച്ചോ. പവിത്ര, ഈ ഐശ്വര്യ ഫിനാൻസ് നടത്തുന്ന സുഷമയെ അറിയോ? പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അറിയോ ഇല്ലേ എന്ന്? അറിയാം. പവിത്ര, എന്നോട് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയാനുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പോകുന്ന വഴി എന്റെ കാറിലിരുന്ന് സംസാരിക്കാം. പവിത്ര, ഈ സുഷമയുടെ സ്വഭാവം എങ്ങനെയാ? അത് ഓമനക്കുട്ടനോട് ചോദിച്ചല്ലേ, പിന്നെ പവിത്രനോടും ചോദിക്കുന്നത് എന്തുണ്ട്? എല്ലാരോടും ചോദിച്ചിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? പറയൂ പവിത്ര. ഞാൻ പറഞ്ഞില്ല, ഒറ്റ വാക്കി പറയുവാണെങ്കിൽ അവള് ഭൂലോക പ്രോഡാ. ബാങ്കിലെ മാനേജറെ പീഡന കേസിൽ കുടുക്കിയില്ലേ? എന്തുവാടി ആലീസ് നീ എന്തൊക്കെയാ പറയുന്നത്? അല്ല, സത്യം അത് അങ്ങനെ ഉണ്ടായി. ഇപ്പൊ വേറൊരു മാനേജറുടെ കൂടെയാ താമസം. അതെ. കെട്ടിയോൻ കളഞ്ഞിട്ടും പോയി. സത്യം സത്യം. ഇച്ചായ, സത്യം ഇങ്ങനെയാ. ഏതെങ്കിലും വഴിക്ക് കറങ്ങി തിരിഞ്ഞു വരും. ഇപ്പൊ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ എന്ത് പറയാനാ? ഓമനക്കുട്ടൻ എന്തെങ്കിലും പറഞ്ഞു, ഞാൻ എന്ത് പിഴച്ചു? കുട്ടേട്ടാ, ദാ ചായ. ചായ? ഈ സമയത്താ? ഈ സമയത്ത് ഞാൻ ചായ കുടിക്കാറില്ലല്ലോ. ഞാൻ സ്നേഹം കൊണ്ട് കൊണ്ടുവന്നേലേ. എന്തോ കാര്യം സോപ്പിട്ട് സാധിക്കാനുണ്ടല്ലോ. സാധിക്കാനുണ്ട്. ചായ കുടിക്ക്, ഞാൻ എന്നിട്ട് പറയാം. മുഴുവനും കുടിച്ചോ? തണുത്ത ചായടി നിനക്ക് വേണമായിരുന്നാ? ഇനി ഞാൻ കാര്യം പറയാം. എന്തോ എനിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന്. ബാങ്കിലെ സുഷമ്മയായിട്ട് കുട്ടേട്ടന് ഇപ്പൊ എന്താ ബന്ധം? ഒരു ബന്ധമില്ല. ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ അവൾ അടക്കോ ഒതുക്കമുള്ള പെണ്ണാണെന്നും വീടിന് വേണ്ടി കഷ്ടപ്പെടുന്നു എന്നൊക്കെ ആലീസിനോട് പറഞ്ഞത്. ഞാൻ ജോർജ് കുട്ടിക്ക് വേണ്ടി പറഞ്ഞല്ലേ. ഈ സുലോചനയ്ക്ക് സുഷമ്മ ഭയങ്കര ഇഷ്ടമാണെന്നും എപ്പോഴും വീട്ടിലേക്ക് വിളിക്കുമെന്നും, പക്ഷെ സുഷമ്മയ്ക്ക് സമയമില്ലാത്തോണ്ടാണ് വരാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞതോ? അല്ല, അത് ഞാൻ കഴിഞ്ഞ തവണ അവളുടെ പ്രശ്നം വന്നപ്പോ ഞാൻ പറഞ്ഞത് കുട്ടേട്ടന് ഓർമ്മയുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം. ഇനി അവൾക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ കാണുകയോ ചെയ്താൽ നിങ്ങളെ ഞാൻ കൊല്ലും. ചായയിൽ വിഷം കലക്കി തന്നു കൊല്ലും. സത്യം പറ, നീ ഇതിനകത്ത് എന്തോടി ചേർത്തത്?
സത്യമായിട്ട് അമ്മയാണ് ഞാൻ ആ സുഷമ അന്വേഷണം വിളിച്ചിട്ടില്ല. ജോർജ് കുട്ടി പറഞ്ഞുകൊണ്ട് ആലീസിന്റെ അടുത്ത് കള്ളം പറഞ്ഞത്. ആലീസ് എന്നെ വിളിച്ചു. ഇപ്പൊ മനസ്സിലായോ കുട്ടിയുടെ എന്ത് കള്ളത്തരം കാണിച്ചാലും ഞാൻ കണ്ടുപിടിക്കുമെന്ന്?